നമസ്കാരം. നിലവാര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ചാലിശ്ശേരി സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറും കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ അശ്രദ്ധമായി ചങ്ങരംകുളം റോഡിലേക്ക് തിരിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പട്ടാമ്പി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തി. കലാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രചരണം. നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP കൂടിയായ VK ശ്രീകണ്ഠനെ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള സ്ഥാനാർത്ഥിയുടെ പ്രചരണ പര്യടന പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പിയിൽ തുടക്കമായിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ മുതൽ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥി പര്യടനവുമായി രംഗത്തിറങ്ങി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ്, ലിമൻ കോളേജ്, MES കോളേജ്, അംബേദ്കർ വുമൻസ് കോളേജ് തുടങ്ങിയ കലാലയങ്ങളിലെത്തി സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റും കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. ക്ലാസ് മുറികളിലെത്തിയ സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിച്ചും സംവദിച്ചുമാണ് വോട്ടഭ്യർത്ഥനയുമായി മുന്നോട്ട് പോയത്. തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തുണ്ടോ? ഒരു രാജ്യം സാമ്പത്തികമായി ശക്തമാകുന്ന എങ്ങനെയാണ് എംപവർമെന്റ്, അതായത് ഓരോരുത്തരും സ്വയം ശാക്തീകരിക്കപ്പെടും. എങ്ങനെ ശാക്തീകരിക്കപ്പെടും? ഒന്ന് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ പറ്റും? പിന്നെന്താ വേണ്ടത്? വിദ്യാഭ്യാസം. ആരോഗ്യം, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? സ്വന്തമായിട്ട് വരുമാനം, തൊഴിൽ. അത് സർക്കാർ തലത്തിലാണെന്നില്ല. പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചാൽ മാത്രമാണ് ഒരു രാജ്യം സാമ്പത്തികമായിട്ട് വളരുക. ആണോ? അപ്പോൾ സാമ്പത്തികകാരോ വിദഗ്ധരൊക്കെ ചെയ്യുമോ? നിങ്ങൾക്കൊക്കെ എന്ത് ജോലി? ഭാവിയിൽ എല്ലാവർക്കും വരുമാനം ഉണ്ടായാലാണ് രാജ്യത്തിൻ്റെ സാമ്പത്തികമായും വികസനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. കലാലയങ്ങളിൽ ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്നും VK ശ്രീകണ്ഠൻ സൂചിപ്പിച്ചു. കേരളത്തിൽ LDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരുള്ള താക്കീത് കൂടിയായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളും UDF സ്ഥാനാർത്ഥിയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സ്ഥിതിഗതികൾ UDFനും ഇന്ത്യ സഖ്യത്തിനും വളരെ അനുകൂലമാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജനദ്രോഹം ഏൽക്കാത്തവരും അനുഭവിക്കാത്തവരുമായി ആരും നാട്ടിലില്ല. ഒരു മാറ്റം വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാൻ, നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം നിലനിർത്താൻ, എന്തിനേറെ പറയുന്നു, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും സുരക്ഷയും അതും വീണ്ടെടുക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. അതിനായി ഇന്ത്യ സഖ്യത്തിന് വലിയ തോതിലുള്ള പിന്തുണയാണ് രാജ്യത്ത് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ലഭിക്കുന്നു. കേരളത്തിൽ പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ ഏറ്റവും മോശമായ ഒരവസ്ഥയിലാണ് നാട് മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ ഇല്ലാത്തതും, അതുപോലെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ തൊഴിലില്ലാത്തതും, അങ്ങനെ ഒട്ടേറെ മൗലികമായ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുകയാണ്. അതുകൊണ്ട് രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും. ആ ഒരു പിന്തുണ പാലക്കാടിനുണ്ട്. ഇവിടുത്തെ മതേതര മനസ്സ് UDFൻ്റെ കൂടെയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മുഖ്യ ഘടകമാണ്. ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം. രാഷ്ട്രീയമായ പോരാട്ടമാണ്. നമ്മുടെ രാജ്യം നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ ചെറിയ ശതമാനം സ്ഥാനാർത്ഥികളെക്കുറിച്ച് വിലയിരുത്തും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ പ്രഗത്ഭരാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചവർ തന്നെയാണ് മത്സരരംഗത്തുണ്ടായത്. അതിൽ നിന്നും ഒട്ടും സ്ഥിതി വ്യത്യസ്തമല്ല. 5 വർഷം MP ആയ എനിക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥമായി പാലക്കാടിന് വേണ്ടി, പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തും. പാലക്കാട് ചൂടും ഇലക്ഷൻ ചൂടും കത്തിക്കയറുകയാണെന്നും ഇത്തവണയും പാലക്കാട് മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുമെന്നും VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. എല്ലാ കാലത്തും ചൂട് സമയത്താണ് തെരഞ്ഞെടുപ്പ് വരിക. പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ്. രാഷ്ട്രീയമായിട്ടും ഏറ്റവും നല്ല ചൂടുള്ള സ്ഥലമാണ്. ശക്തമായ മത്സരം. UDFന് വൻ വിജയമുണ്ടാകും. സ്ഥാനാർത്ഥി പര്യടനം നടത്തി. UDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പ്രവർത്തകരെ സജ്ജരാക്കുവാൻ വേണ്ടി SDPI തൃത്താല നിയോജക മണ്ഡലം നേതൃസംഗമം ചേർന്നു. വാവന്നൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സംഗമം സംസ്ഥാന സമിതി അംഗം M. ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് താഹിർ കൂനമുച്ചി അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി KT അലവി, ജില്ലാ ട്രഷറർ അലി KT, മണ്ഡലം സെക്രട്ടറി മൻസൂർ കപൂർ, വൈസ് പ്രസിഡന്റ് മുസ്തഫ ആലൂർ, ഓർഗനൈസിംഗ് സെക്രട്ടറി ആബിദ് പരുതൂർ, ട്രഷറർ അസ്ലം, കമ്മിറ്റി അംഗങ്ങളായ ഹനീഫ ചാലിപ്പുറം, അഷ്റഫ് പള്ളത്ത് എന്നിവർ സംസാരിച്ചു. കുറ്റിപ്പുറത്ത് ലോഡ്ജിൽ നിന്ന് എക്സൈസിന്റെ പരിശോധനയിൽ ലക്ഷങ്ങൾ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടി. മലപ്പുറം എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം എക്സൈസ് നാർക്കോട്ടിക് സ്ക്വാഡ് CI RB സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കുറ്റിപ്പുറത്ത് സ്വകാര്യ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ബിസ്ക്കറ്റ് പാക്കറ്റുകളിലാക്കി വിതരണത്തിന് വെച്ച 200 ഗ്രാം MDMA പിടികൂടിയത്. കുറ്റിപ്പുറത്തെ സ്വകാര്യ ലോഡ്ജിൽ സ്ഥിരമായി റൂമെടുത്ത് താമസിക്കുന്ന പുറത്തൂർ പടിഞ്ഞാറേക്കര സ്വദേശി പള്ളിക്കരകത്ത് അഷ്റഫിന്റെ മകൻ അനസ് എന്നയാളെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന നബാട്ടി ചോക്ലേറ്റ് മിഠായിയുടെ കവറിനകത്ത് ഒളിപ്പിച്ച് കടത്തുവാൻ വേണ്ടി തയ്യാറാക്കിയ 200 ഗ്രാം MDMA-യാണ് മലപ്പുറം നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ടെത്തിയത്. ലോഡ്ജിൽ സ്ഥിരതാമസമാക്കിയ അനസ് ലോഡ്ജ് മുറിയിലുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതോടെ മലപ്പുറത്തു നിന്നുമെത്തിയ എക്സൈസ് സംഘം ഇയാളെ പിടികൂടുന്നതിന് ലോഡ്ജിൽ റൂമെടുത്ത് നിരീക്ഷിച്ചു വരികയായിരുന്നു. മണിക്കൂറുകളോളം പ്രതിയെ കാത്തുനിന്നെങ്കിലും സംഭവം മണത്തറിഞ്ഞതോടെ പ്രതി ലോഡ്ജിലേക്ക് വരാതെ മുങ്ങുകയായിരുന്നു. ഇയാൾ വാടകയ്ക്കെടുത്ത റൂമിൽ നിന്നാണ് നബാട്ടി ബിസ്ക്കറ്റുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലും മേശയുടെ അടിഭാഗത്ത് ഒളിപ്പിച്ച നിലയിലും MDMA ചെറിയ പാക്കറ്റുകളിലായി കണ്ടെത്തിയത്. CCTV ന്യൂസ് തൃത്താല. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് പട്ടാമ്പിയിൽ യാത്രയയപ്പ് നൽകി. KSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് PA ഗോകുൽദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSTA ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകിയത്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഇനി അങ്ങോട്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. തങ്ങളുടെ സമയത്തെ കഷ്ണങ്ങളായി മുറിച്ച് ഉപയോഗിച്ചിരുന്നത് കൂടുതൽ സമയം സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലാണ് സംഘടനയിൽ പ്രവർത്തിച്ച അധ്യാപകരെല്ലാവരും. ഇനി വിശ്രമ ജീവിതം എന്ന് പറയുന്നത് ഇല്ല. റിട്ടയർ ചെയ്യുമ്പോൾ പൊതുവായി മുഴുവനായി സമൂഹത്തിലേക്ക് വേണ്ടി ഇറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യാത്ര അയപ്പ് എന്ന് പറയുന്നത് KSTA ആണ്. ഞങ്ങൾ സ്വീകരിക്കാൻ വന്ന ആൾക്കാരാണ്. സത്യത്തിൽ യാത്ര അയക്കാൻ വന്നതല്ല, ഞാൻ സ്വീകരിക്കാൻ വന്ന ആളാണ്. ഇവരെല്ലാം പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമാവട്ടെ. ഇവിടെ നേരത്തെ പറഞ്ഞ രവിചന്ദ്രൻ ഒരു സംഘടനാ ചുമതല ഏറ്റെടുക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ഓരോ സഖാക്കളും നമ്മുടെ നാടിന്റെ ഓരോ കോണിൽ നിന്ന് നിങ്ങൾ ഉയർത്തി കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ ആശയം പ്രചരിപ്പിക്കുകയും നിലപാടുകൾ വിശദീകരിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് നാടിന് വെളിച്ചം പകർന്ന പൊതുസമൂഹത്തിലുണ്ട്. ആ അർത്ഥത്തിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സഖാക്കളൊക്കെ പൊതുസമൂഹത്തിലേക്ക് ഇഴുകിച്ചേർന്ന് പുതിയ പോരാട്ടത്തിലേക്ക് അതിന്റെ ഭാഗമായി മാറും എന്ന പ്രതീക്ഷയാണ് എനിക്കിവിടെ. KSTA ഉപജില്ലാ പ്രസിഡന്റ് K. കാവേരി അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സര വിജയികൾക്കും വിരമിക്കുന്ന അധ്യാപകർക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ, K. ജയപ്രകാശ്, MP വിപിനൻ, S. മിനി എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. വിരമിക്കുന്ന അധ്യാപകരെ ഷമി പരിചയപ്പെടുത്തി. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. സബ് ജില്ലാ സെക്രട്ടറി VP മനോജ്, ട്രഷറർ M. സുധീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ
എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പെറ്റതുപോലെ. തൃത്താല MLAയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് കൂറ്റനാട് ടൗണിൽ തൃത്താല റോഡിലെ മദ്രസയുടെ സമീപത്ത് സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. കൂറ്റനാട് ടൗൺ ജുമാ മസ്ജിദ് പ്രസിഡന്റ് KV അബ്ദുൽ കരീം സ്വിച്ച് ഓൺ നിർവഹിച്ചു. ചടങ്ങിൽ പള്ളി കമ്മിറ്റി സെക്രട്ടറി ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ശരീരം തളർന്ന ഓങ്ങല്ലൂർ പാറപ്പുറം സ്വദേശി ഷഫീഖിന് ഇലക്ട്രിക് വീൽ ചെയർ നൽകി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ വീൽ ചെയർ വിതരണം നിർവഹിച്ചു. അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന ഓങ്ങല്ലൂർ പാറപ്പുറം സ്വദേശി ഷെഫീഖിന് ജീവകാരുണ്യ സംഘടനയായ ചർക്ക അനുവദിച്ച ഇലക്ട്രിക്കൽ വീൽ ചെയർ DCC പ്രസിഡന്റ് A തങ്കപ്പൻ കൈമാറി. ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷനായി. ചർക്ക നൽകുന്ന 23ാമത്തെ വീൽ ചെയറാണിത്. ചടങ്ങിൽ മുൻ MLA CP മുഹമ്മദ്, ജിതേഷ് മോഴിക്കുന്നം, KR നാരായണസ്വാമി, ജയശങ്കർ കൊട്ടാരത്തിൽ, ഷബീർ തോട്ടത്തിൽ, സലിം ഇട്ടേക്കോടൻ, അബൂബക്കർ സിദ്ദിഖ്, ഇമ്പിച്ചിമണി, അസീസ് പട്ടാമ്പി, EP യൂസുഫ്, സയ്യിദ് കോടനാട് തുടങ്ങിയവർ പങ്കെടുത്തു. മാനവികതയുടെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശം പകർന്ന് കൂറ്റനാട് ദി ക്ലബിന്റെ നേതൃത്വത്തിൽ സമൂഹ ഇഫ്താർ മീറ്റും റമദാൻ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ദി ക്ലബ്ബ് മെമ്പർമാരുടെ അധ്യക്ഷതയിൽ ക്ലബ്ബ് അംഗവും ക്ലബ്ബ് രക്ഷാധികാരിയും കൂറ്റനാട് ടൗൺ മഹല്ലെ പ്രസിഡന്റുമായ ജനറൽ KV അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഇഫ്താർ സംഗമത്തിൽ കൂറ്റനാട് നിവാസികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള 300-ലധികം പേർ പങ്കെടുത്തു. കൂറ്റനാട് പ്രദേശവാസികൾ ജാതിമത ഭേദമന്യുള്ള സുഹൃത്ത് സംഘമാണ് ഇഫ്താർ മീറ്റിലൂടെ ലക്ഷ്യം വെച്ചത്. നാട്ടിൽ അവശത അനുഭവിക്കുന്ന നിവാസികൾക്ക് ജാതിമത ഭേദമന്യേ രോഗചികിത്സയ്ക്കും നാട്ടിൽ മെഡിക്കൽ ക്യാമ്പ് മറ്റ് സഹായങ്ങളും നൽകി വരുന്നുണ്ട്. 100-ൽ പരം കുടുംബത്തിനുള്ള ഭക്ഷണ കിറ്റാണ് റമദാനിൽ നൽകിയത്. സജീവമായ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏർപ്പെടി എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും പങ്കെടുക്കുകയും മതസൗഹാർദ്ദത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ നിലനിൽക്കുകയും ചെയ്തൊരു സംഘടനയാണ്. അതിൻ്റെ പുറമെ തന്നെ നാട്ടിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ആരുടെയും മുമ്പിലും കൈനീട്ടി പരിചയമില്ലാത്ത സാധാരണക്കാരൻ നിന്ന് ലേബലൊട്ടിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് സഹായമെത്തിക്കാൻ നറുക്ക് വീണ ആളുകൾ തന്നെയുണ്ട്. ഇന്ന ആളുകൾക്ക് കൊടുക്കുക, ഇന്ന ആളുകൾക്ക് ചെയ്യുക എന്നൊക്കെ അറിയപ്പെടുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി പരിചയമില്ലാത്ത, സമൂഹത്തിനോട് ചോദിക്കാൻ മനസ്സ് വരാത്ത എല്ലാ പ്രസിദ്ധമായ വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടുകൂടി സമാപിച്ചു. ആറാട്ടിന് ശേഷം വൈകുന്നേരത്തോടെ പാരമ്പര്യ വേലകളും വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങളും ക്ഷേത്രത്തിലെത്തി. ഗജവീരന്മാരും ഇണക്കാളകളും നാടൻ കലാരൂപങ്ങളും ആഘോഷത്തിന് വർണ്ണപ്പകിട്ടേക്കി.
തളി പ്രദേശത്ത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തളി കച്ചേരി മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. സൗഹൃദ സംഗമത്തിലും തുടർന്ന് നടന്ന നോമ്പുതുറയിലും ജാതിമത ഭേദമന്യേ നിരവധി പേർ സംബന്ധിച്ചു. യോഗത്തിൽ കുണ്ടുപറമ്പിൽ അബ്ദുറൌഫ് സ്വാഗതം പറഞ്ഞു. അബ്ദുൾ മജീദ് ബാക്കവിയുടെ അധ്യക്ഷതയിൽ നടന്ന സൗഹൃദ സംഗമം ഷിഹാബുദ്ദീൻ റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. തളി മഹല്ല് ഖത്തീബ് ഇസ്മായിൽ റഹ്മാനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. രവീന്ദ്രൻ പിലാക്കാട് ആശംസകൾ നേർന്നു. തളി മഹല്ല് പ്രസിഡന്റ് നാസർ, സിയു അബുബക്കർ, സതി മാസ്റ്റർ, സുഗു മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.